കൂട്ടുകാരെ, നമ്മുടെ സുരഭിയും സുഹാസിനിയും രണ്ടാം ഭാഗം എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാട്ടോ ഈ ഒരു രണ്ടാം ഭാഗത്തിന്റെ തുടക്കം. വേറൊന്നുമല്ല, നമ്മുടെ ആദ്യ ഭാഗത്തിന്റെ അവസാനത്തിൽ നമ്മുടെ സുരഭിയും സുഹാസിനിയും എന്താ പറയുക, ഒറ്റ ചങ്കുകളായിരുന്നു. നമ്മൾ കണ്ടു കാണും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ താമസിക്കാൻ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. സുരഭിക്കാണെങ്കിൽ സുഹാസിനി വേണം, സുഹാസിനിക്കാണെങ്കിൽ സുരഭി വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗം വരുമ്പോൾ തികച്ചും എന്താ പറയുക, കഥ ഭയങ്കരമായിട്ട് മാറി മറിഞ്ഞിരിക്കുക കേട്ടോ. രണ്ടുപേരും ശത്രുക്കളാണ്. ആ ഒരു സുഹാസിനിയുടെ സിംഹാസനത്തിന് വേണ്ടി പൊരുതുകയാണ് നമ്മുടെ സുരഭി. ആ ഒരു കമ്പനിയുടെ ഓണറായിട്ട് ആ ഒരു തലപ്പത്തിരിക്കാൻ വേണ്ടിയുള്ള വാശിയിലും അടിപിടിയുമാട്ടോ നമുക്ക് രണ്ടാം ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ആയാലും ശരി, പ്രക്ഷോഭായാലും ശരി, പ്രക്ഷോഭൊക്കെ ആദ്യ ഭാഗത്തിൽ പൂച്ചക്കുട്ടി പാവമായിരുന്നു. പ്രതീക്ഷനായാലും തൻ്റേതായിട്ടുള്ള ഒരു ബിസിനസ് വേണം, അമ്മയുടെ ആ ഒരു കാര്യത്തിൽ അമ്മയുടെ കമ്പനിയിലും ഓഫീസിലൊന്നും ഇടപെടുത്തില്ല എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞുകൊണ്ട് നടന്നേച്ചൊരു ചെറുക്കൻ. ആ ഒരു പ്രതീക്ഷയും പ്രക്ഷോഭവും തമ്മിലിപ്പോൾ പൊരിഞ്ഞടിയാണ് കമ്പനിയുടെ ആ ഒരു തലപ്പത്തേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ എന്തായാലും കഥ ഇനി എങ്ങനെയൊക്കെ ആകും പോകുന്നത് അല്ലേ പ്രേക്ഷകരെ? ആദ്യ ഭാഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടാം ഭാഗം പ്രേക്ഷകർ സ്വീകരിക്കുമോ? ഇങ്ങനെ അടിപിടിയായിട്ടുള്ള ഒരു സുരഭിയും സുഹാസിനിയാണോ പ്രേക്ഷകർക്ക് ആവശ്യം, അല്ലെങ്കിൽ പഴയ പോലെ സ്നേഹത്തിലുള്ള സുരഭിയും സുഹാസിനിയുമാണോ നിങ്ങൾക്ക് ആവശ്യം? പ്രേക്ഷകരെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സുഹാസിനിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ പ്രക്ഷോഭം പ്രതീക്ഷയൊക്കെ ആ ഒരു കമ്പനിയുടെ ആ ഒരു തലപ്പത്തേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലും തർക്കമൊക്കെ നടക്കുന്നതൊക്കെ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സുഹാസിനിയെ ആരാണ്ടൊക്കെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഥ എങ്ങനെയൊക്കെ ആയി തീരും പ്രേക്ഷകരെ? സീരിയസിലേക്കായിരിക്കോ പോക്ക്? ആ ഒരു പഴയ കോമഡി ട്രാക്ക് തന്നെ മതി അല്ലെ പ്രേക്ഷകരെ? എനിക്കതാണ് താല്പര്യം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഒരു സീരിയസ് ട്രാക്കാണോ അല്ലെങ്കിൽ കോമഡി ട്രാക്കാണോ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏത് വഴിയിലോട്ടാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.